നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ചില ആളുകൾ നിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികളെല്ലാം ശൂന്യമായി പോകത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ചൊരിയാൻ തുടങ്ങും. തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കുടുംബജീവിതത്തെക്കുറിച്ച് കാണുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഇതെല്ലാം. കഴിഞ്ഞ 3 ആഴ്ചകളിൽ നമ്മൾ കണ്ടു, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നന്മകൾ, അവർക്കുണ്ടാകുന്ന കുറവുകൾ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ടുള്ള ഒരു കുടുംബത്തെ കാണിച്ചു തരികയാണ്. അത് തോബിയാസിൻ്റെയും സാറായിയുമാണ്. അവർ വിവാഹിതരായി കഴിഞ്ഞപ്പോൾ അവർ മണവറയിൽ പ്രവേശിച്ച് ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അവർ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങൾ ഭൂമിയിൽ ഒരു മനസ്സോടുകൂടി ചോദിക്കുന്ന കാര്യം. ഈ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വേറെ ആൾക്കാരില്ല. അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള ഐക്യം മാത്രം പോരാ, അവർ തമ്മിൽ ഒരു ആത്മീയമായിട്ടുള്ള ഐക്യം വേണം. ഹല്ലേലൂയ. ശാരീരികവും മാനസികവും ബുദ്ധിപരമായിട്ടുള്ള ഒരു ഐക്യത്തിനപ്പുറത്ത് അവർ തമ്മിൽ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഐക്യം വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു പാർട്ടിക്ക് പോയി. 50 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിൻ്റെ വാർഷികത്തിൻ്റെ പാർട്ടിയായിരുന്നു. അപ്പം ഞാൻ പോയി. കുറച്ച് നേരം അവിടെ സംസാരിക്കാൻ വേണ്ടി പറ്റി. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. കുറേ ആളുകൾ വിഷ് ചെയ്യുന്നു. അപ്പം വരുന്ന പുതിയ തലമുറയ്ക്ക് ഇവരോട് അസൂയയും ഒരു അത്ഭുതവും ഉണ്ട്. ഇവരെങ്ങനെ ഈ 50 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു എന്ന്. ഭക്ഷണത്തിടയിൽ ഞാൻ അവരോട് ചോദിച്ചു, ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് നിങ്ങൾ ഈ 50 കൊല്ലം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയത്? ഇന്നത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു അവർക്കുണ്ടായിരുന്ന പൈസയാണ്, ഒരുമിച്ച് ജോലിയാണ്, കുടുംബ പാരമ്പര്യമാണെന്നൊക്കെ, അല്ലെങ്കിൽ സ്ഥലമൊക്കെ ഇഷ്ടമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ അതൊന്നുമല്ല, ഞാനൊരു റബ്ബർ വെട്ടുന്ന മനുഷ്യനാണ്. എല്ലാ ദിവസവും ചിലപ്പോൾ 4 മണിക്ക് എണീക്കും, 4:30 എണീക്കും, ചിലപ്പോൾ 5 മണിക്ക് ഞാൻ എണീറ്റ് ബെഡിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ബെഡിൽ നിന്ന് എണീറ്റ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നുമില്ലായ്മ സമയത്ത് എല്ലാ മനുഷ്യരും ഉറങ്ങിക്കിടക്കുമ്പോൾ, എൻ്റെ മക്കളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എണീറ്റ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ 50 കൊല്ലം ഉണ്ടായത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തോബിയാസും സാറായും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷത്തോടെ അല്ലായിരുന്നു അവർ ആ മണിയറയിൽ പ്രവേശിച്ചത്. കാരണം തോബിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് അവൻ്റെ അപ്പൻ അന്ധനായിട്ട് രോഗബാധിതനായിട്ട് അവൻ്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു.
സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഈ ഇവൻ വിവാഹം കഴിച്ച ജീവിത പങ്കാളിയെക്കുറിച്ച് ഇവൻ കേട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ജീവിത പങ്കാളിയെ ഒരുമിച്ച് ചേർത്ത് അവൻ പ്രാർത്ഥിച്ചു. ഈ സാറ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവളും സന്തോഷത്തോടെയൊന്നുമല്ല പ്രാർത്ഥിച്ചത്. കാരണം അവളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഭർത്താക്കന്മാരെല്ലാം മരിച്ചുപോയി. വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ അത്ര ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാനസിക സംഘർഷത്തിലുമായിരുന്ന അവൾ ഈ ഭർത്താവായ തോബിയാസിനോട് ഒരുമിച്ച് നിന്ന് അവൾ പ്രാർത്ഥിച്ചു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയാണ്, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം പതുക്കെ പതുക്കെ കെട്ടഴിയാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ ഗ്രന്ഥം പറയാണ്, ഭാര്യ ഭർത്താക്കന്മാരായ നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതവും ഒരു നന്മയും ഒരു വിടുതലും തരാൻ തുടങ്ങും. ഞാൻ അറിയുന്ന ഒരാളുണ്ട്, ഹസ്ബൻഡ് വിദേശത്താണ്, ഭാര്യ ഇവിടെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അവർ അവധിക്ക് വന്നപ്പോൾ ഞാൻ അവരെ കണ്ടു. വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഒരു ദിവസത്തിൽ ഒരു സമയത്ത് ഒരുമിച്ച് വീഡിയോ കോൾ വിളിക്കും, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഒരുമിച്ച് നിർത്തുന്നത്. ഹസ്ബൻഡിന് അവിടെ വിദേശത്ത് ജോലി, ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്കായിരിക്കുന്ന എൻ്റെ മക്കളെ വാർത്ത ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഒരുമിച്ച് ഒരു സമയത്ത് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ കോളിൽ വന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഒരുമിച്ച് എത്തുന്നത്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മേൽ ദൈവം ഒരു നന്മ ചൊരിയാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കടന്നു പോകുന്ന അവസരങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ തോബിയാസും സാറായും ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകളും കാരുണ്യവും ചൊരിയാൻ തുടങ്ങും. സുവിശേഷ ഭാഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ റാഫേൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനം, തോബിയാസിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനെ ഞാൻ അനുസ്മരിപ്പിച്ചു. തോബിത്തിനോട് ദൈവദൂതൻ പറയുകയാണ്, റാഫേൽ ദൈവദൂതൻ പറയാം, നീയും നിന്റെ മരുമകളും പ്രാർത്ഥിച്ചപ്പോൾ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് ഉയരാൻ വേണ്ടി തുടങ്ങും. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ ഒരു നന്മയും ഒരു അത്ഭുതവും ചെയ്യും. കാരണം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, ഒരു കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അവരുടെ മാതാപിതാക്കന്മാർ തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രീതി പതുക്കെ മാറിപ്പോയിരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയില്ല. നിങ്ങൾ എത്ര സന്തോഷത്തിലായാലും എത്ര ദുഃഖത്തിലായാലും എത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാലും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മേൽ ദൈവം ഒരു അത്ഭുതവും ഒരു നന്മയും ചൊരിയാൻ തുടങ്ങും. എത്ര വലിയ തടസ്സങ്ങളുടെ മലകളായാൽ പോലും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏക മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മല പതുക്കെ മാറിപ്പോകാൻ വേണ്ടി തോന്നും. തോബിയാസിൻ്റെയും സാറായുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനസികമായ സംഘർഷങ്ങളുണ്ടാകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനയുടെ മേൽ നന്മകൾ ചൊരിയാൻ വേണ്ടി തുടങ്ങും. സുവിശേഷം പറഞ്ഞു വയ്ക്കുന്ന ഒരു രസകരമായിട്ടൊരു കാര്യമുണ്ട്. ഇവർ മണിയറയിലായിരുന്നപ്പോൾ സാറായുടെ അപ്പൻ ഈ തോബിയാസിന് വേണ്ടി ശവക്കുഴി കുത്തുകയായിരുന്നു.
അത്രയധികം പ്രശ്നങ്ങളുടെ ഇവർ കടന്നു പോകുമ്പോൾ ആ ശവക്കുഴി, കുത്തിയ ശവക്കുഴി ശൂന്യമായി കിടക്കാൻ തക്ക രീതിയിൽ ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ചില ആളുകൾ നിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികളെല്ലാം ശൂന്യമായി പോകത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ചൊരിയാൻ തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും കണ്ണുകടച്ച് കരങ്ങളെല്ലാം നമ്മളെ നെഞ്ചോട് ചേർത്ത് നിർത്താം. നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെയും നമ്മുടെ കുടുംബത്തെയും ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, തോബിയാസും സാറായും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ സന്തോഷത്തോടൊന്നല്ല പ്രാർത്ഥിച്ചത്. അവർ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ആ പ്രശ്നങ്ങളുടെ മധ്യേ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം അരുളി ആ കുടുംബത്തെ സംരക്ഷിച്ചു. അവൻ്റെ കുടുംബത്തെ മാത്രമല്ല, അവൻ്റെ അപ്പൻ്റെ കുടുംബത്തെയും അവൻ്റെ ഭാര്യയുടെ കുടുംബത്തെയും ദൈവം സംരക്ഷിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് വളരും. അവർ തമ്മിലുള്ള ഐക്യം അങ്ങനെ തന്നെ നിലനിൽക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളും. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.